വിസ്തരിച്ചു പറയേണ്ട ഒരു വിഷയത്തിൻ്റെ ഒരു ആമുഖം, എന്നാൽ പ്രധാനപ്പെട്ട ചില സംഗതികൾ പറഞ്ഞു തുടങ്ങണമെന്ന്. നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയം തീർന്നിട്ടില്ല. അതിൻ്റേതായ സമയങ്ങളിൽ നമ്മൾ പറയും. ഇപ്പോൾ നമ്മളിത് പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ സെൻട്രൽ എടുത്ത ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഒരു 1-2 ക്ലാസ്സുകളെങ്കിലും, ഒരു 2-3 ക്ലാസ്സുകളിലെങ്കിലും ഇത് വിശദമായിട്ടൊന്ന് പറയണം എന്ന് തീരുമാനിച്ചത്. നമ്മുടെ പരലോകത്ത് ഒരു സത്യവിശ്വാസിക്ക് ഉപകാരപ്പെടുന്ന കാര്യം അയാളുടെ സമ്പാദ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. അയാളുടെ അമല് ഒരു 100 ക്ലാസ്സുകളിൽ കേട്ട സംഗതിയാണ്. 2 ആളുകൾ, ഒരാള് അയാളുടെ പറമ്പിൽ വരെ, ശ്മശാനം വരെ അയാളുടെ കൂടെ ഉണ്ടാകുന്ന കുടുംബം. ഒരാള് അയാളുടെ മറമാടി തിരിച്ചു വന്ന് എല്ലാം മറമാടുന്നതോടുകൂടി അവസാനിക്കുന്ന ഏർപ്പാട്. പക്ഷെ മരണത്തോടുകൂടെ ശ്വാസം വലിച്ച് അവസാനത്തെ ശ്വാസം വലിക്കുന്നതോടുകൂടി അയാളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ആദ്യത്തെ സംഗതി അയാളുടെ ധനമാണ്. ഒരാള് ശ്വാസം വലിച്ച് അവസാനിപ്പിക്കുന്നതോടുകൂടി അയാളുടേതല്ലാതാകുന്ന ആദ്യത്തെ സംഗതി അയാളുടെ ധനമാണ്. മക്കൾ അയാളുടേതല്ലാതാവൂല, അയാളുടെ ഭാര്യ അയാളുടേതല്ലാതാവൂല, ഒന്നും അയാളുടേതല്ലാതാവൂല. അതൊക്കെ അയാളുടെ ഭാര്യയും വേറെ വിവാഹം ചെയ്യപ്പെടുന്നവരെ. പക്ഷെ ധനം മരണപ്പെട്ടതോടുകൂടെ അയാളുടേതല്ലാതെയായി കഴിഞ്ഞു. പിന്നെ അയാൾക്ക് അതിലൊരു അധികാരമില്ല, അയാളുമായി ബന്ധപ്പെട്ട വിഷയമില്ല, പിന്നെ അയാളുടെ അവകാശികളുടേതായി കഴിഞ്ഞു. അപ്പൊ ഈ ഒരവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്ന കാര്യം, എവിടെയൊക്കെ നമസ്കാരം പറഞ്ഞിട്ടുണ്ടോ അതിൽ 90% സ്ഥലങ്ങളിലും സക്കാത്ത് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ഈ സക്കാത്ത്, ആരാ പുറത്ത് നിന്ന് സംസാരിക്കുന്നത്? കുട്ടികളാ? അല്ലാഹു തആല പറയുന്ന ഏതാനും ചില ആയത്തുകൾ നമ്മളൊന്ന് നോക്കാം. അതിൽ അല്ലാഹു പറയുന്ന പ്രയോഗം നോക്കാം. ഫൈൻ താബു വ അഖാമു സ്വലാത്ത വ ആതു സക്കാത്ത ഫഇഖ്വാനുക്കും ഫിദ്ദീൻ. അല്ലാഹു തആല പറഞ്ഞത് അവര് തൗബ ചെയ്യുകയും, അവിശ്വാസികളായി ജീവിച്ച ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയാൻ, അവർ തൗബ ചെയ്യുകയും വ അഖാമു സ്വലാത്ത നമസ്കാരം നിലനിർത്തുകയും വ ആതു സക്കാത്ത സക്കാത്ത് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അപ്പോൾ അവർ നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണവര്. ശരിക്ക് കേൾക്കേണ്ട വിഷയമാണിത്. സക്കാത്ത് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ മതത്തിൽ, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. അപ്പൊ നമസ്കരിക്കാത്ത ഒരാളെ നമ്മൾ നമ്മുടെ സുഹൃത്തോ സഹോദരനോ ആയി കാണേണ്ടതില്ല എന്നതുപോലെ സക്കാത്ത് കൊടുക്കാത്ത ഒരാള് നമ്മുടെ ദീനിൽ നമ്മുടെ സഹോദരന്മാരല്ല എന്നാണ് അള്ളാഹു ഈ പറഞ്ഞ, ഖുർആനിലാണ് ഈ പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം. നമസ്കരിക്കാത്ത ഒരാളെ നമ്മൾ എത്രത്തോളം അകറ്റി നിർത്തുന്നുണ്ടോ, അകറ്റി നിർത്തുന്നതിന്റെ അർത്ഥം മാനസികമായി വെറുക്കുന്നുണ്ട്. അതുപോലെയാണ് സക്കാത്ത് കൊടുക്കാത്ത ഒരാളും. അയാളെ ഇതേ പരിഗണന വെച്ചാ കാണേണ്ടത്. ഖുർആൻ പറഞ്ഞത് ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവരാണ് നിങ്ങളുടെ ദീനിലുള്ള സഹോദരന്മാർ, സ്കരിക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും. അടുത്തത് ഫൈൻ താബു വ അഖാമു സ്വലാത്ത, തൗബ ചെയ്യുകയും നമസ്കരിക്കുകയും വ ആതു സക്കാത്ത സക്കാത്ത് നൽകുകയും ചെയ്തവരാരോ, അള്ളാഹു പറഞ്ഞത് ഫഖല്ലു സബീലഹും, അവരെ നിങ്ങൾ അവരുടെ പാട്ടിന് വിട്ടോളി. നിസ്കരിക്കുന്നുണ്ടോ, സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, പിന്നെ അവരുടെ കാര്യം നിങ്ങൾ നോക്കണ്ട, അവരെ അവരുടെ പാട്ടിന് വിട്ടോളണം. കാരണം അവരേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫഖല്ലു സബീൽ, വേറെ നടപടിയൊന്നും പിന്നെ അവരെ പേരിൽ എടുക്കരുതില്ലെന്നാണ്. നോമ്പ് നോൽക്കാത്തതിന് കേസില്ല. ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നോമ്പ് നോൽക്കാത്തതിന് ഇസ്ലാമിൽ ശിക്ഷാവിധിയില്ല. പരലോകത്തെ കാര്യമല്ല, ദുനിയാവില് ഹദ്ദില്ല. സക്കാത്ത് കൊടുക്കാത്തതിന് ഹദ്ദുണ്ട്, സക്കാത്ത് കൊടുക്കാത്തതിന് നിയമ നടപടിയുണ്ട്, നിസ്കരിക്കാത്തവന് നിയമ നടപടിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ ചേർത്താണ് ഖുർആൻ അഖാമു സ്വലാത്ത വ ആതു സക്കാത്ത, അഖാമു സ്വലാത്ത വ ആതു സക്കാത്ത. ഇതാണ് ധനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്
ഈ ധനം സമ്പാദിക്കുക എന്നുള്ളത് മോശപ്പെട്ട സംഗതിയല്ല. ധനം സമ്പാദിക്കണം. അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞ ഈ വാക്ക് മദീനെ വലാ തുഅ്തു സുഫഹാ അംവാലക്കും. മരണപ്പെട്ട് അവകാശികൾ പല ആളുകളുണ്ടാവും. മരണപ്പെട്ട വ്യക്തിക്ക് പല അവകാശികളുണ്ടാവും. ഈ അവകാശികളിൽ ഭ്രാന്തന്മാരുണ്ടാവും, ഈ അവകാശികളിൽ പ്രായപൂർത്തിയെത്താത്ത മൈനർമാരുണ്ടാവും, ഈ അവകാശികളിൽ വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധി പൂർത്തിയാകാത്ത ഭ്രാന്തന്മാരല്ല, വളർച്ച പ്രാപിക്കാത്ത ബുദ്ധി കുറവുള്ള ആളുകളുണ്ടാവും. എന്നാൽ ഈ ഉപേക്ഷിക്കപ്പെട്ട ധനം നിങ്ങൾ എന്ത് ചെയ്യരുത് അറിയോ? ഈ ഭ്രാന്തന്മാർക്ക് കൊടുക്കരുത്, ഈ പ്രായപൂർത്തിയെത്താത്ത മക്കളുടെ പേരിൽ കൊടുക്കരുത്. അതുപോലെ ബുദ്ധി വളർച്ച എത്താത്ത മുതിർന്ന ആണും പെണ്ണും ആയിരിക്കും, പക്ഷെ അവർക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലേ, അവരെ നിങ്ങൾ ധനം ഏൽപ്പിക്കരുത്. അതിന് കാരണം എന്താണെന്നുള്ള പറഞ്ഞറിയോ? അല്ലൈ ജഅലല്ലാഹു ലക്കും ഖിയാമ. ആ ധനമാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ, ഭൂമിയിലെ നിലനിൽപ്പിന്റെ ആധാരം. ആ ധനാണെന്ന ധനം സമ്പാദിക്കൽ കുറ്റമാണ് എന്നല്ല ഈ പറഞ്ഞത്. ധനം നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണ് ദുനിയാവിലെ. ആ ആധാരം നിങ്ങൾ എന്ത് ചെയ്യരുത്? പൊട്ടന്മാരെ ഏൽപ്പിക്കരുത്. മരണപ്പെട്ടതിന് ശേഷം അവകാശികളാവൂ അവര്. എന്നിട്ടും നിങ്ങൾ നോക്കൂ, എന്തിനാ ഇത് പറഞ്ഞറിയോ? പൊട്ടന്മാർക്ക് ധനം ഉണ്ടെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം, ഭ്രാന്തന്മാർക്ക് ധനം ഉണ്ടെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം, കുട്ടികൾക്ക് ധനമുണ്ടെങ്കിലും ആ ധനത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കാരണം വ്യക്തിപരമല്ല ഇസ്ലാമിലെ സക്കാത്ത്, ധനവുമായി ബന്ധപ്പെട്ടതാ. ധനമുണ്ടോ അതിന്റെ എത്ര ശതമാനം കൊടുക്കണം എന്നാ ശരിക്കും ഓർമ്മിച്ചോളണം. ഭ്രാന്തന് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ഭ്രാന്തനല്ല, അവകാശമായിട്ട് അയാൾക്ക് സ്വത്ത് ഇട്ടിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ആളാരോ അയാൾ അതിന്റെ സക്കാത്ത് തോത് തികഞ്ഞാൽ കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞത്. മൈനർമാരുടെ സ്വത്ത് മൈനർമാരല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഖുർആൻ പറഞ്ഞത് വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ ധനം പൊട്ടന്മാരെ നിങ്ങൾ ഏൽപ്പിക്കരുത്. ആ ധനം ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? കഴിവും പ്രാപ്തിയുമുള്ള ബന്ധുക്കൾ. ആ ബന്ധുക്കൾ ആ ധനത്തിൽ നിന്ന് തോത് തികഞ്ഞാൽ ഇതിന്റെ സക്കാത്ത് കൊടുക്കണം. പൊട്ടന്മാരതാണ് വിചാരിച്ച് കൊടുക്കാക്കാൻ പറ്റൂല. പൊട്ടനല്ല വിഷയം, ധനമാണ് വിഷയം. ഇനി ഈ പറഞ്ഞ ഭ്രാന്തുമല്ല പൊട്ടനുമല്ല, വളർച്ച ഉണ്ട്, പക്ഷെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല, ആണും പെണ്ണുമാണ് അവകാശികളായി വന്നവര്. ആ ധനം നിങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, ആ ധനം നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമാണ്, നിലനിൽപ്പിന്റെ ആധാരമാണ് ആ ധനം. അത് ആരെയാണോ ഏൽപ്പിച്ചത് അത് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ അതിന്റെ തോത് തികഞ്ഞാൽ അതിന്റെ സക്കാത്ത് അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. ക്ലിയറാണ് സംഗതി. അപ്പോ ധനത്തിനാണ് സക്കാത്ത്, വ്യക്തിക്കല്ല. നിസ്കാരം വ്യക്തിപരമാണ്, ധനമാണ്. അത് ആര് എന്നതല്ല, അത് ആർക്കൊക്കെ ഉണ്ടോ അത് കൈകാര്യം ചെയ്യാൻ ആളുകൾ പ്രാപ്തരാകണം. അവരതിന്റെ സക്കാത്ത് വീതം വെച്ചു കൊടുക്കണം, അത് നിർബന്ധമാണ്. ഇനി അടുത്തത് നോക്കിക്കോളൂ നിങ്ങൾ. നമ്മൾ വിചാരിച്ചിട്ടുള്ള ധാരണ എന്താ അറിയോ? ഇസ്ലാമിക സമൂഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിനെ സക്കാത്ത് ഉണ്ടായിട്ടുള്ളൂ. അല്ല, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയാണ് വജഅൽനാഹും അഇമ്മത്തൻ, ആ പ്രവാചകന്മാരെ നാം നേതാക്കന്മാരാക്കി. യഹ്ദൂന ബി അംറിന, നമ്മുടെ കൽപ്പന പ്രകാരമാണ് അവർ ആളുകളെ നയിക്കുന്നത്. അവരുടെ തന്നിഷ്ടപ്രകാരം അവരുണ്ടാക്കിയ ദീനല്ലത്. ആ നബിമാര് ഒരു സംഗതി പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ വഹിയാണ്. ആ വഹിന്റെ അടിസ്ഥാനത്തിൽ ഒരു നബിക്ക് ഇത് ഇടക്ക് ഞാൻ പറയുന്നത് പുതിയ ആളുകളതൊന്ന് ശ്രദ്ധിക്കണം. പ്രവാചകന്മാർക്ക് കിട്ടുന്ന വഹിയല്ലാതെ അവര് മതത്തിൽ ഒരു സംഗതി അവർ ചെയ്യൂല. കാരണം മതം അവരുടേതല്ല, അള്ളാന്റെതാണ് ദീന്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്കറിയുന്ന ഒരു ഉദാഹരണം. റസൂലുള്ളാഹിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഅബാലയും ഖിബലയായി കാണാൻ. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. അത് മത നിയമമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഫവല്ലി വജ്ഹക ശത്റഹു, നീ നിന്റെ മുഖം കഅബയുടെ നേരെ തിരിക്കുക എന്നുള്ള ആയത്ത് ഇറങ്ങുന്നത് വരെ പ്രവാചക തിരുമേനി ബൈത്തുൽ മുഖദ്ദസ് തന്നെയാണ് ഖിബല. കാരണം ആഗ്രഹമുണ്ട്. ആകാശത്തേക്ക് കത് നറാ തഖല്ലുബക വജ്ഹിക ഫിസ്സമായി, ആകാശത്തേക്ക് താങ്കൾ മുഖം തിരിക്കുന്നത് നാം കാണുന്നുണ്ട് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഖിബല തിരിക്കാൻ അനുവാദം കിട്ടിയില്ല. അനുവാദം കിട്ടിയപ്പോൾ നബി തിരിഞ്ഞു. കാരണം നബിന്റെ ആഗ്രഹം പോരാ, അള്ളാഹ് അത് നിയമമാക്കണം.
ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, വീട്ടിലേക്ക് പല ആണുങ്ങളും കയറിയുന്നുണ്ട്, പലതരം രോഗം മനസ്സിലുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മറന്റെ പിന്നിൽ നിന്ന് സംസാരിക്കാൻ പറയും അവരോട്. എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. നബി ആ നിയമം നടപ്പാക്കിയില്ല. എന്താ കാരണം? അള്ളാന്റെ അനുമതി കിട്ടിയില്ല. ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കാൻ പറ്റുമോ? പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ച് അള്ളാഹു ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പാടുള്ള ആയത്ത് ഇറങ്ങിയതോടുകൂടി അത് മത നിയമമായി. എല്ലാ നബിമാർക്കും അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വജഅൽനാഹും അഇമ്മത്തൻ, അവരെ നാമാണ് നേതാക്കന്മാരാക്കിയത്. യഹ്ദൂന ബി അംറിന, നമ്മുടെ കൽപ്പന പ്രകാരമാണ് അവരാളുകളെ നയിക്കുന്നത്. അവിടെ വഔഹൈനാ ഇലൈഹിം, അവർക്ക് നാം കൊടുക്കുന്ന വഹിയാണ്. ഫിഅലൽ ഖൈറാത്തി, എല്ലാ നല്ല കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണമെന്ന് നാമാണ് അവർക്ക് വഹി കൊടുക്കുന്നത്. വ ഇഖാമി സ്വലാത്തി, ആ പ്രവാചകന്മാർ അഖിലവും നമസ്കാരം നിലനിർത്തിയിട്ടുണ്ട്. രൂപത്തിലും ഭാവത്തിലും സമയത്തിലൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ അവർ നമസ്കരിച്ചു. വ ഈതാഇ സക്കാത്തി, അതാണ് നമ്മൾ പറയുന്നത്, അവരും സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു, നാം അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. വ കാനൂ ലനാ ആബിദീൻ, അവരെല്ലാ പ്രവാചകന്മാരും നമ്മളെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല സക്കാത്തും നിസ്കാരവും ഉള്ളത്, പൂർവികരായ സമൂഹത്തിനും സക്കാത്തുമുണ്ട്, നിസ്കാരമുണ്ട്. ബൈബിൾ എടുത്തു വെച്ച് നോക്കി, ഇപ്പത്തെ പുതിയ ഈ പഴയ നിയമം പുതിയ നിയമമൊക്കെ ഉള്ള ഇപ്പൊ വായിക്കാൻ കിട്ടുന്ന ബൈബിളിൽ ധനത്തിന്റെ ഓഹരി കൊടുക്കാൻ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ അതേ വാക്കുകൾ അതുപോലെ തന്നെ വന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓഹരി കൊടുക്കണം എന്നുള്ളത്, പാവങ്ങൾക്ക് അവരുടെ അവകാശം കൊടുക്കണം എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശ. ഇനി ഇത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കാത്ത് എന്നതിന് 2-3 അർത്ഥമുണ്ട്. സക്കാത്ത് എന്നുള്ളതിന് ഒന്ന് വളർച്ച, 2 ശുദ്ധീകരണം. ഒന്ന് വളർച്ച, 2 ശുദ്ധീകരണം. ഈ 2 അർത്ഥമാണ് ഇതിൽ ഏറ്റവും പ്രബലമായത്. ത്വാഹിറായ വെള്ളം, തഹൂറായ വെള്ളം എന്നൊക്കെ പറഞ്ഞതുപോലെ ശുദ്ധിയാക്കുക. എന്താ കാരണം? തുതഹിറും വ തുസക്കീഹിം ബിഹാ എന്നാ ഖുർആൻ പറഞ്ഞത്. നീ അവരെ സംസ്കരിക്കുകയും അവരുടെ ധനം, അവിടെ സക്കാത്ത് എന്നുള്ളതിന് മുഫസ്സിറുകൾ കൊടുത്ത് അവരുടെ ധനം വളർത്തുകയും വേണമെന്നാ. 2 വളർച്ചയാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന്, സക്കാത്ത് കൊടുക്കുന്ന ധനത്തിന് അള്ളാഹു ഈ ദുനിയാവില് വളർച്ച കൊടുക്കും. 2, സക്കാത്ത് കൊടുക്കുന്ന ധനത്തിന് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി പരലോകത്ത് വമ്പിച്ച പ്രതിഫലമായി ആ ധനത്തെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് സക്കാത്തിന് വളർച്ച എന്നുള്ള അർത്ഥം വന്നത്. അതോടൊപ്പം അയാളുടെ ധനം, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ എന്താ അറിയോ, ഒരാള് അയാളുടെ ധനത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ ധനം മുഴുവൻ കേടുവന്നുവെന്ന, ആ സക്കാത്തിന്റെ പൈസ കൂടിക്കലർന്ന ധനം മുഴുവൻ അയാളുടേത് നശിച്ചു പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാണ് കേടുവന്നു പോകുന്നു. ഇമാം തൊബറാനി ഉദ്ധരിച്ച ഹദീസിലുള്ള ഞാനാ പറഞ്ഞത്, കേടുവന്നു പോകുന്ന. അത് പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും സക്കാത്ത് കൽപ്പിക്കപ്പെട്ടവരാണ്. ആ സമൂഹത്തിന് സക്കാത്തുണ്ട്. ഏതൊരാളുടെയും ധനത്തിന് സക്കാത്തുണ്ട്. ഞാനത് വീണ്ടും പറയുന്നത്, പൊട്ടന്മാരുടെ ധനത്തിന് സക്കാത്തുണ്ട്, ചൂടന്മാരതിനുണ്ട്, ചെറിയ കുട്ടികളതിനുണ്ട്, പ്രായപൂർത്തിയായവർക്കും ആകാത്തവർക്കൊക്കെ ധനമുണ്ടോ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിന്റെ വിഹിതം എത്രയാണോ അത് കൊടുക്കേണ്ടതുണ്ട് എന്ന് നിയമമാണ്. ഇനി കേട്ടോളൂ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത്, ഫവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് നാശം. ഞാൻ ഇതിന്റെ ആമുഖം പറഞ്ഞിട്ട് ഇതിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അങ്ങനെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചത്. ഈ ആമുഖം നമ്മൾ കേൾക്കൽ നിർബന്ധ. ഖുർആൻ പറയാ വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് നാശം. എന്താ മുശ്രിക്കുകൾക്ക് നാശം എന്ന് പറയാൻ കാരണം? അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവര് സക്കാത്ത് കൊടുക്കൂല. വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, പരലോക ജീവിതത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നവരാകുന്നു. 2 കാര്യമായി. സക്കാത്ത് കൊടുക്കാത്ത സ്വഭാവം മുശ്രിക്കുകളുടേതാണ്. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പരലോക വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ്. ഇതുകൂടി കഴിഞ്ഞു. ഇനി ഒന്നുകൂടി കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ശരിക്ക് കേൾക്കണം നമ്മൾ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിൻ്റെ ഒരു വിശദീകരണം കൂടി ഇതിൽ.
പ്രവാചക തിരുമേനിയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ എന്ത് ചെയ്തു? കുറച്ചാളുകൾ ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? റസൂലുള്ളാഹി സക്കാത്ത് ശേഖരിക്കാൻ പാടുള്ളൂ, റസൂലുള്ളാഹിക്കേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല എന്നുള്ള അറിയിപ്പ് ഇവിടെ ഭരണകൂടത്തിന് എത്തിച്ചു, അബൂബക്കർലാന്റെ മുന്നിക്ക് എത്തിച്ചു. ഇത് എങ്ങനെ എത്തിയത് അറിയോ? അന്നത്തെ സമ്പ്രദായം വിതരണ രീതി നമ്മൾ പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വെച്ചത് പറഞ്ഞ ഈ വിഷയം പറയാനാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് വാങ്ങാൻ ആളുകളെ പറഞ്ഞേക്കും, ഉദ്യോഗസ്ഥന്മാരെ, ആമിലീന അലൈഹ, അതാണ് അവർക്കുള്ള പേര് ഖുർആൻ പറഞ്ഞത്. അതിന് പണിയെടുക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാര്. ഈ ആളുകൾ ചെന്നിട്ട് അവകാശപ്പെട്ട ആളുകളോട് ഒട്ടകത്തിന്റെ, ആടിന്റെ, അവരുടെ ധനത്തിന്റെ, കൃഷിന്റെ സക്കാത്ത് ചോദിക്കും. അവര് സക്കാത്ത് ഈ ആളുകളെ ഏൽപ്പിക്കും. ഈ ആളുകളെ ഏൽപ്പിക്കുന്ന സമയത്ത് ചില ആളുകൾ പരാതി പറഞ്ഞയച്ചു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, നബി ഈ വന്ന ആളുകളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലോ? മർമ്മപ്രധാനമായ ഒരു ചോദ്യം, ഇന്ന് എല്ലാ ആളുകൾക്കും തോന്നാവുന്ന ഒരു ചോദ്യം. നമ്മൾ ഏൽപ്പിക്കുന്ന കക്ഷി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിലോ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. എന്താ റസൂലുള്ളാഹി പറഞ്ഞറിയോ? നിങ്ങൾ നിങ്ങളുടെ ധനത്തിന്റെ ഹക്കെന്തോ അത് ഞാൻ പറഞ്ഞേൽപ്പിച്ച ആളെ നിങ്ങൾ ഏൽപ്പിക്കുക. അയാളത് എന്ത് ചെയ്തു എന്ന് അള്ളാഹു നിങ്ങളോട് ചോദിക്കൂല, അത് അയാളോടാണ് ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത് വേഗം ഒഴിവാക്കിക്കൊള്ളുക. എന്നിട്ട് ഈ വന്ന ആള് ഒരു അധർമ്മി, ഫാസിഖ് ആണെങ്കിൽ കൂടെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ഉദ്യോഗസ്ഥൻ അയാളാണെങ്കിൽ അയാളെ നിങ്ങളത് ഏൽപ്പിച്ചോളണം എന്നാണ്, നിങ്ങളുടെ കടമ നിങ്ങൾ കഴിച്ചോളണം എന്നാണ്. അപ്പോ ഈ ഉദ്യോഗസ്ഥന്മാര് അബൂബക്കർലാന്റെ ഭരണകാലത്ത് നബിക്ക് സാധാരണ കൊടുത്തിരുന്ന ആളുകൾ എത്തിക്ക് ചെന്നപ്പോ അവര് പറഞ്ഞു തരൂലാണ്, റസൂലുള്ളാഹി വഫാത്തായില്ലേ, നീ ഞങ്ങൾ സക്കാത്ത് തരൂലാണ്. ഉടനെ അബൂബക്കർലാനു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാതെ ഒറ്റയടിക്ക് തീരുമാനമെടുത്തു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? വല്ലാഹി, അല്ലാഹുവാണേ, ലൗ മനഊനി ഇനാക്കൻ കാനൂ യുഅദ്ദൂനഹാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ ഒരു ഒട്ടകക്കുട്ടിയെ ആണ് റസൂലുള്ളാഹിക്ക് അവർ സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ അത് അവർ എന്നിൽ നിന്ന് ഇപ്പൊ തടയുന്നുവെങ്കിൽ ലഖാതൽതുഹും അലാ മൻഇഹാ, അത് തടഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്ന. അന്ന് ചില സഹാബത്ത് ചോദിച്ചു, നബി യുദ്ധം ചെയ്യാത്തൊരു കൂട്ടരോട് എങ്ങനെ അബൂബക്കറിലാണ് നിങ്ങൾ യുദ്ധം ചെയ്യുക? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ ഫർഖ് വരുത്തിയ ഒരാളോട് ഞാൻ യുദ്ധം ചെയ്യുന്ന. അത് അള്ളാന്റെ തീരുമാനമാണ്, നമസ്കാരം സക്കാത്ത് ഒന്നിച്ചു പറഞ്ഞു എന്നുള്ളത്. യുദ്ധം ചെയ്യും ഞാൻ അതാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ട ഏർപ്പാടുകൾ തുടങ്ങിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കുങ്ങള്, ഒരാള് നമസ്കരിക്കുന്നു എന്നതോടൊപ്പം ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ സഫായിട്ട് നിൽക്കുന്ന ഒരാള് നമസ്കരിക്കുന്നു, നമ്മുടെ ദീനിലെ സഹോദരനാണ് അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അയാൾ നമ്മുടെ ദീനിലെ സഹോദരൻ അല്ല. കാരണം ഖുർആൻ പറഞ്ഞത് ഇഖ്വാനുക്കും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളുടെ സഹോദരൻ നിസ്കരിക്കുന്നോ മാത്രമല്ല സക്കാത്ത് കൊടുക്കണമെന്നും കൂടിയാണെന്നാ. ഇതൊരു ചെറിയ കാര്യമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ സൗദി അറേബ്യയിലെ രാജാവും കുവൈത്തിലെ രാജാവും UAE രാജാക്കന്മാരും കൊടുക്കുന്ന സംഗതിയും വലിയ മുതലാളിമാര് മാത്രം കൊടുക്കുന്ന സംഗതിയാണ് സക്കാത്ത്. അത് ഓല് കൊടുത്തോളും, നമുക്കിപ്പോ ചെലവ് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ലല്ലോ, നമുക്കൊക്കെ കിട്ടേണ്ട ആളുകളാണ് എന്ന് വിചാരിച്ചു നടന്നാൽ പരലോകത്ത് എന്താണ് അതുകൊണ്ട് ഉണ്ടായിത്തീരുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇനി നിങ്ങൾ നോക്കോ, വമൻ അഅ്താഹ മുഅ്തജിറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വമൻ അഅ്താഹ മുഅ്തജിറൻ, പ്രതിഫലം കിട്ടണമെന്ന ആശയോടുകൂടി ആരെങ്കിലും സക്കാത്ത് കൊടുത്താൽ ഫലഹു അജ്റുഹു, അവനതിന്റെ പ്രതിഫലമുണ്ട്. വമൻ മനഅഹ, ആരെങ്കിലും അത് കൊടുക്കാതിരുന്നാൽ ഫഅന അഖുദുഹ, ഞാൻ അവനിൽ നിന്നത് പിടിച്ചെടുക്കും. വശത്റ മാലുഹു, അവന്റെ ധനത്തിന്റെ പകുതി അതിന് തരാത്തതിന് പിടിച്ചെടുക്കാൻ ചെന്നതിന്റെ പകരമായി അയാൾക്ക് പെനാൽറ്റി ചുമത്തുകയും അയാളുടെ സ്വത്തിന്റെ പകുതിയും ഞാൻ പിടിച്ചെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കേട്ടോളിങ്ങള്, അയാളുടെ സക്കാത്തിന്റെ ഓഹരി മാത്രമല്ല ഞാൻ പിടിച്ചെടുക്കുക, അയാളുടെ സ്വത്തിന്റെ പകുതിയും ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, അസ്മത്തൻ മിൻ അസ്മാത്തി റബ്ബിനാ,
ഇത് അള്ളാന്റെ തീരുമാനമാണ്, നമ്മുടെ രക്ഷിതാവിന്റെ കരുത്തുട്ട തീരുമാനമാണത്. ആ തീരുമാനം ഞാൻ നടപ്പാക്കും. ലാ യഹില്ലു എന്നിട്ട് നബി ആളുകൾ തെറ്റിദ്ധരിക്കൂലേ, സക്കാത്ത് കൊടുക്കാത്ത പോയാണ്ട് സക്കാത്ത് വാങ്ങുന്നു എന്നിട്ട് അയാളുടെ സ്വത്തിന്റെ പകുതിയും പിടിച്ചെടുക്കുന്ന നബിക്ക് ഇതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കൂലേ? റസൂൽ അപ്പ അടച്ചു ആ വാതില്. റസൂൽ പറഞ്ഞെന്താ അറിയോ? ലാ യഹില്ലു ലി ആലി മുഹമ്മദിൻ മിൻഹാ ശൈഉൻ. നബി കുടുംബത്തിന് ഇതിൽ നിന്നൊരു നയാ പൈസ പോലും അനുവദനീയമല്ലട്ടോ. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്, അതായത് നബി കുടുംബം എന്ന് പറയുന്നത് ആലു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്ത് എന്നാണ് ഇനി പറയല്. ഈ അഹ്ലു ബൈത്തിന് സക്കാത്ത് വാങ്ങാൻ പാടില്ല, അഹ്ലു ബൈത്തിന് സദഖ സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കള്ളപ്രവാചകനാണ് എന്ന് പറയണമെങ്കിൽ അയാൾ 100 വട്ടം ഞാൻ ഈ പറയുന്നത് നുണയാണ് എന്ന് അയാളോട് എന്നെ പറഞ്ഞുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്നറിയോ? അതിനുള്ള ഒരു നൂൽബന്ധമുള്ള ഒരു തെളിവ് പോലും, ഒരു തെളിവും പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഈ ആളുകൾക്ക് കിട്ടൂല. കാരണം റസൂലുള്ളാഹി മരിക്കണ സമയത്ത് ഗോതമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പണയം വെച്ചിട്ട് മരിച്ചുപോയ ആളാ റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ആനുകൂല്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോ അള്ളാഹു പറഞ്ഞതാണ്, ഗനീമത്ത് സ്വത്തിൽ നിന്ന് 5-1 റസൂലുള്ളാഹിക്ക് എടുക്കാം. എന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്ത്? 5-1 കിട്ടിയത് റസൂലുള്ളാഹി അതും പോയിട്ട് ആളുകൾക്ക് ദാനധർമ്മം ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി ഈ കൽപ്പന പറഞ്ഞിട്ട് പറയാം, സക്കാത്ത് തരാത്തോലെ ഞാൻ പിടിച്ചെടുക്കും, അവരുടെ ധനത്തിന്റെ പകുതിയും പിടിച്ചെടുക്കും. പക്ഷെ ഒരു കാര്യം, എന്റെ കുടുംബത്തിൽ നിന്ന് ആർക്കും ഇത് തിന്നൽ അനുവദനീയമല്ല, ഒക്കെ കൊടുക്കാനുള്ളതാണ് ആണ് പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചക കുടുംബത്തിന് സ്വീകരിക്കാവുന്ന ഒരൊറ്റ സംഗതി ഉള്ളായിരുന്നു, നിങ്ങൾക്ക് ആർക്കും പറയാതെ, ഹദിയ മാത്രം. സമ്മാനം മുതലാളിമാർക്കും വാങ്ങാം, സാധുക്കൾക്കും വാങ്ങാം, മുതലാളിമാർക്കും കൊടുക്കാം, സാധുക്കൾക്കും കൊടുക്കാം. സമ്മാനം അത് ഹദിയ മാത്ര, അത് റസൂലുള്ളാഹിക്ക് സ്വീകരിക്കാം. സദഖ സ്വീകരിക്കാൻ പാടില്ല റസൂലുള്ളാഹിക്ക്, സക്കാത്തും സ്വീകരിക്കാൻ പാടില്ല. അപ്പോ ഒരു കാര്യം ഉറപ്പാ, നമസ്കാരം പോലെ സക്കാത്ത് നമ്മുടെ ആളുകള് നിസ്കരിക്കും, എന്നിട്ട് സക്കാത്തിൽ ഇങ്ങനെ വടിയും കുത്തിയിട്ട് ഒരൊറ്റ ചാട്ട നോമ്പക്ക്. നിസ്കാരത്തില് മുറപ്രകാരം ചെയ്യുന്ന ആളുകൾ സക്കാത്തിൽ പോൾവാട്ട മാതിരി മുള കുത്തിയിട്ട് ഒറ്റ ചാട്ട നോമ്പക്ക്, നോമ്പ് കൃത്യമായിട്ട് പാലിക്കും. ഈ സക്കാത്തോ? അപ്പൊ ഓൾക്ക് അതിന്റെ കണക്ക് കിട്ടൂല, കണക്ക് മനസ്സിലാണില്ല, അതെങ്ങനെയാണ് ഇങ്ങനെ, ഇതൊക്കെ ഈ സക്കാത്തിന്റെ കണക്ക് മനസ്സിലാകുകയില്ല ആൾക്കാർക്ക്. അതൊരു വലിയ അപകട. ഒരു മനസ്സിലാകാ, എത്ര സിമ്പിളാ ഇസ്ലാമിലെ സക്കാത്തിന്റെ നിയമം, എത്ര സിമ്പിളാ. അത് കൊടുക്കണം എന്ന് താല്പര്യമുള്ള ഒരാൾ ചോദിച്ചാണ്ടല്ലോ, പറഞ്ഞാൽ അയാൾക്ക് അപ്പ മനസ്സിലാവും, അയാൾ ചോദ്യം നിർത്തും. കൊടുക്കണം എന്ന് താല്പര്യം, എങ്ങനെയും റബ്ബേ ഇതൊന്ന് കൊടുത്തു തീർക്കണല്ലോ, എന്നാ എനിക്ക് മനസ്സിലായിട്ടോ. കൊടുക്കണ്ടെന്ന് താല്പര്യമുള്ളവന്റെ ചോദ്യം കൊണ്ട് പറയണോം കുടുങ്ങുകയെന്നല്ലാതെ ഓനൊട്ട് കൊടുക്കൂല, ഈ പറഞ്ഞൊന്നും ഓന് മനസ്സിലാവില്ല. ഇതതിന്റെ പ്രശ്നം. ചില സ്ഥലത്തൊക്കെ നാട്ടിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ചെന്നാല് ചോദിക്കാനായിട്ട് 2-3 ആൾക്കാരുണ്ടാവും. ഓൾക്ക് അറിയേണ്ടത് സക്കാത്ത്. ഓൾ ഇന്ന് വരെ അവിടെ കമ്മിറ്റിക്ക് ഒരു ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ സക്കാത്തിന്റെ വിഷയം വന്നാൽ ഓരോ ചോദ്യം തുടങ്ങും. ഈ കൊടുക്കാൻ വിചാരിച്ചവനും കൂടി ആലോചിക്കും, ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളും കൊടുക്കേണ്ടി വരില്ലായിരുന്നു, അതാക്കണം ആര് അങ്ങനെ ചോദിക്കും. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഗതിയാണ്. നിങ്ങളുടെ ചോദ്യം കൊണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ നിങ്ങളുടെ ഒരു ചോദ്യം കൊണ്ട് അള്ളാഹ് ഹലാലാക്കിയ ഒരു സംഗതി എങ്ങാനും ഹറാമായി വരികയോ, അള്ളാഹ് ഹറാമാക്കിയ ഒരു സംഗതി എങ്ങാനും ഹലാലായി വരികയും ചെയ്താൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പരലോകത്ത് നിങ്ങളെ ഏൽക്കേണ്ടി വരും കേട്ടോന്നാ ഈ ചോദ്യകർത്താക്കളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഇത് ചോദിക്കാതൊക്കെയുള്ള വർത്താനല്ല ഈ പറയണത്. നമ്മള് കൊടുക്കാൻ വേണ്ടി, പടച്ചോനെ എന്റെ എത്തുന്നത് ഹറാം ഒഴിവായി പോകണം, ആരാന്റെ ഓഹരി ഒഴിവായി പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ വരുമ്പോ സക്കാത്തിനും നമസ്കാരത്തിനും ഇടയിൽ വ്യത്യാസമില്ല എന്ന് വരുമ്പോ, നിർബന്ധമാണ് എന്ന് വരുമ്പോ നമ്മൾ എങ്ങനെ ഏതിനൊക്കെ കൊടുക്കണം എന്ന് മാത്രമേ ചർച്ച ചെയ്യേണ്ടുള്ളൂ. അത് സിമ്പിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസും കൂടി പറഞ്ഞ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, മാ മനഅ ഖൗമുൻ സക്കാത്ത, സക്കാത്ത് തടയുന്ന ഒരു സമൂഹം ഇല്ല, ഇല്ലബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, പലതരം പരീക്ഷണങ്ങൾ കൊണ്ടും അള്ളാഹു അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. സക്കാത്ത് തടയുന്ന സമൂഹത്തിന് മഴയുടെ തോത് കുറയും, കന്നുകാലികളില്ലെങ്കിൽ മഴ തന്നെ കൊടുക്കാത്ത അവസ്ഥ വരും, അതോടൊപ്പം വർഷങ്ങളോളം അവർ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഇമാം തബ്രാനി ഉദ്ധരിച്ചത്.
അപ്പോ പരലോകത്തെ ശിക്ഷ നമ്മളിപ്പോ പറയുന്നില്ല, അത് നമ്മൾ അടുത്ത ആഴ്ച പറയാം. ഒരു കാര്യം ഉറപ്പാ, സക്കാത്ത് കൊടുക്കാതെ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. എളുപ്പം. ഇതിനൊരു നിയമമുണ്ട്. ആ നിയമം എന്താ അറിയോ? ഇങ്ങനെ ഒരു ചാർട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2.5, 5, 10, 20. സക്കാത്തിന്റെ അത് ഇതേ ഉള്ളൂ. 2.5%, 5%, 10%, 20%. ഇവിടുന്ന് ആണ്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പം. 20, 10, 5, 5ന്റെ പകുതി 2.5. ഇതിലേതിലെങ്കിലും ഒന്ന് പെടാതെ ഒരു സക്കാത്തുമില്ല. ഇതിലേ ഉള്ളു പെടുക. അല്ലാതെ പകുതി സക്കാത്ത് കൊടുക്കണം എന്നൊരു നിയമമല്ല, 3/4 ഭാഗം സക്കാത്ത് കൊടുക്കണം എന്ന് നിയമമല്ല. അതിന് എളുപ്പമുള്ള ഒരു സംഗതി പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ നോക്കി, 20% കൊടുക്കണം എന്ന് പറഞ്ഞത് ഇല്ലാന്നറിയോ? ₹1 മുടക്കില്ലാതെ യാതൊരു ചെലവുമില്ലാതെ കിട്ടിയ സാധനത്തിനും കൂടി അള്ള പറഞ്ഞ എത്രയോ 20% കൊടുത്താൽ മതി. നമ്മളെ പറമ്പിൽ നിറച്ച് വെട്ടിലുണ്ട്, കൂടിയുണ്ട്, പാറ. ഇപ്പൊ ഗുജറാത്തിൽ കണ്ടില്ലേ, മറ്റേ ഇവിടെ കർണാടകയിൽ കണ്ടില്ലേ, മാർബിള്, ഗ്രാനൈറ്റ്, കുന്ത്രാണ്ടങ്ങളൊക്കെ വലിയ വലിയ മലകളാ. ഇതൊക്കെ ഒരു 10 ഏക്കർ മലയുള്ളവൻ അവിടുത്തെ കോടീശ്വരനാ. ഓൻ എന്തെങ്കിലും ഒരു നയിപ്പുണ്ടോ ആണ് കൊടുക്കുക. ഓലങ്ങനെ കൊത്തിപ്പൊളിച്ചു കൊണ്ടുപോകുക. ഇതിന്റെ 1 കോടി, 1 ലക്ഷം, 1000 എന്ന് പറയുമ്പം അതിന്റെ 20%. ₹1 കോടി ഉള്ള ഒരാള് അതിന് കൊടുക്കേണ്ടത് ആ 1 കോടിന്റെ 1/2 കോടി 50 ലക്ഷം കൊടുക്കണ്ട, അതിന്റെ 20% കൊടുത്താൽ മതി. ഏറ്റവും നയിപ്പില്ലാതെ കിട്ടുന്നൊരു സംഗതി കൂടി അള്ളാഹ് അത്രേ പറയണുള്ളൂ. അപ്പൊ പിന്നെ 5ഉം 10ഉം 2.5 അത് അധ്വാനത്തിന്റെ തോതനുസരിച്ച് അള്ളന്നെ നമുക്ക് അംഗീകരിച്ചു തരാം. നിങ്ങളുടെ വിയർപ്പ് ഇടങ്ങാറായി, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ ബുദ്ധിമുട്ട്, അത് പരിഗണിച്ചതിനൊക്കെ തോത് വ്യത്യാസം വന്നു. അള്ളാഹ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിന് അതിന്റെ ഈ ആമുഖം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് നേർക്കുനേരെ ബന്ധമുള്ള മാത്രമേ ഇവിടെ സംസാരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ ഇതിൽ വരില്ല. കാരണം നമ്മൾ ആരും ഇപ്പൊ ഇങ്ങനെ മേഞ്ഞടക്കണ 50-60 ഒട്ടകവും ആടും 100 കണക്കിന് ആടുകളും എരുമയും പശുവൊന്നുമില്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ തീരെ പരാമർശിക്കൂല. നമ്മുടെ ഇതിൽ വരുന്നത് കച്ചവടം, കൃഷി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ശമ്പളം, അതുമായി ബന്ധപ്പെട്ടതിന്റെ അരികും മൂലയിട്ട് ബന്ധപ്പെട്ട സംഗതികളെ ചർച്ചയിൽ വരുള്ളൂ. അതേ നമ്മൾ ചോദിക്കേണ്ടുള്ളൂ. ആരും ആനക്ക് എത്ര സക്കാത്ത് കൊടുക്കണമെന്ന് ചോദിക്കരുത് എന്നർത്ഥം. ചോദിക്കാൻ പലതുണ്ടായി, ആനന്റെ സക്കാത്ത് എത്ര കൊടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ ആ മാതിരി ചോദ്യത്തിന്റെ ആവശ്യമല്ല എന്നർത്ഥം. ആവശ്യമുള്ളത് നമുക്കറിയേണ്ട കാര്യങ്ങൾ. അതില് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ പറയാണ്. ബാക്കി കാര്യങ്ങൾ ഓരോ ആഴ്ച നമ്മൾ പറയാനാ വെച്ചിരിക്കണത്. അല്ലാതെ ഒന്നിച്ചു പറഞ്ഞാല് നിങ്ങൾക്കത് ആകെ സ്വീപ്പാവും. അങ്ങനെ ഒരു സ്വീപ്പ് ഉണ്ടാക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പറയണം. ഒന്ന്, നമ്മുടെ ശമ്പളത്തിന്റെ സക്കാത്ത്. നമുക്ക് എളുപ്പമുള്ളത് പറയാം. ശമ്പളത്തിന്റെ സക്കാത്ത്, കൃഷിന്റെ സക്കാത്ത്, സ്വർണത്തിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത്. ഈ സക്കാത്ത് പറയുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഞാനാണ്ട് പറയാം. ചെലവ് കഴിച്ചിട്ടല്ലേ എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ ചെലവ് കഴിച്ചിട്ട് ആണ് എന്ന് പറയുമ്പോഴും എത്ര ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നതിനും അതിനൊരു തോത് ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തോതിന് അറബിയിൽ പറയുന്നതാണ് നിസ്വാബ്. നിസ്വാബ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാം. 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ, ഇത് എക്സാമ്പിൾ ആട്ടോ, ഇതിന്റെ തോതൊന്നല്ല. 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 1000 ഉറുപ്പ്യയിൽ നിന്ന് 100 ഉറുപ്പ്യ കൊടുക്കണം. 999 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കൊടുക്കണ്ട. 1000 ഉറുപ്പ്യ ആയാൽ 100 കൊടുക്കണം. ഈ 1000 തോത് എന്ന് പറയണത്. ഇതിനാണ് നിസ്വാബ് എന്ന് പറയല്. ഇതിന്റെ മേലക്ക് എത്ര ഉണ്ടോ അതിനൊക്കെ കൊടുക്കണം. പക്ഷേ 1000ൽ നിന്ന് 1 ഉറുപ്പ്യ 50 പൈസ 25 പൈസ കുറഞ്ഞാൽ അതിന് കൊടുക്കണ്ട. തോതല്ല. ഇതല്ല അതിന്റെ കണക്കിട്ടോ, അതിന്റെ ഒറിജിനൽ കണക്കായി ഇനി പറയണത്. ഇതിനാണ് തോത് എന്ന് പറയുന്നത്. പൈസയുടെ സക്കാത്ത് കണക്കാക്കല് ആരും ഇത് മറക്കരുത്. 590 ഗ്രാം വെള്ളിയുടെ കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? 590 ഗ്രാം ഇന്നത്തെ മാർക്കറ്റിലെ വെള്ളിയുടെ വില 5000 രൂപയാണെന്ന് വെക്കുക. എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ നെറ്റ് നോക്കി എങ്ങനെ കിട്ടും വെള്ളിന്റെ വില മാർക്കറ്റില്? 590 ഗ്രാം വെള്ളിന്റെ വില നിങ്ങളുടെ കയ്യിലുണ്ടോ? ആ കയ്യിലുള്ള കാശ് തോത് ആയി, നിസാബായി.
ഇതാണ് ധനത്തിന്റെ നിസ്വാബ്. 590 ഗ്രാം വെള്ളിയുടെ വില. അപ്പൊ 590 ഗ്രാം വെള്ളിക്ക് 5000 ഉറുപ്പ്യ എന്ന് വെക്കുക. ഈ 5000 ഉറുപ്പ്യന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ 1000-ന് 25 ഉറുപ്പ്യ വെച്ചിട്ട് എത്ര 5000-ന് സക്കാത്ത് കൊടുക്കണ്ടെങ്കിൽ കണക്കൂട്ടിക്കണി 125 ഉറുപ്പ്യ. അപ്പൊ നിങ്ങൾ ഇതാപ്പ വലിയ കാര്യമായിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കച്ചവടം വരുമാനമൊക്കെ ഉള്ളവനോട് അതിന്റെ 2.5% കൂട്ടാൻ പറഞ്ഞു നോക്കി. അതൊരു സംഖ്യ. ഒരു 10 മുതലാളിമാര് ഒരു മഹലില് ഇങ്ങനെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓരോ വർഷവും ഓരോ 5-6 കുടുംബം രക്ഷപ്പെട്ട് ഇങ്ങനെ വരും. അതിന്റെ അർഹമായ രൂപത്തിൽ കൊടുത്താൽ നമ്മൾ പറയണെന്ന് വെച്ചാൽ 2.5%. 1000-ന് 25 ഉറുപ്പ്യുള്ളൂ സക്കാത്ത്. 1,00,000-ന് 2500 ഉറുപ്പ്യ. 1,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2500 ഉറുപ്പ്യ. അപ്പൊ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. ഒരാൾക്ക് കിട്ടിയ ശമ്പളം 2000, 3000, 4000, 5000 അതിന്റെ തോതിനനുസരിച്ച് എത്ര കിട്ടണമെന്ന് വെച്ചാൽ അത്ര. ആ കിട്ടിയ ശമ്പളത്തിന്റെ 2.5%. അപ്പോൾ നീക്കി നോക്കിയാൽ നിങ്ങൾ ബാക്കി പൈസ എത്ര വൃത്തിയുള്ള പൈസയെന്നറിയോ? എത്ര വൃത്തിയുള്ള പൈസയെന്നറിയോ? കാരണം ഇത് ഈ നീക്കച്ച പൈസ ഉണ്ടല്ലോ സഹോദരന്മാരെ സഹോദരിമാരെ, അത് നിങ്ങളുടേതല്ല. ആ പൈസ നിങ്ങളുടേതല്ല. നിങ്ങളുടെ ഓശാരമോ നിങ്ങളുടെ ഔദാര്യമോ നിങ്ങളുടെ സാധുക്കളല്ലേ, അതൊന്നും അല്ലത്. അത് അവരുടെ അവകാശ. എന്നെ ഒരാള് മോലെ നിങ്ങൾ ക്ലാസ്സിന് പോകുമ്പോ ഒരു 5000 ഉറുപ്പ്യൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, ഈ 5000 ഉറുപ്പ്യന്ന് 1000 ഉറുപ്പ്യ നിങ്ങൾ ഇന്നാക്ക് കൊടുക്കണം. ഞാൻ ആ 5000 ഉറുപ്പ്യ അടുത്ത് കേസിലിട്ടാണ് ഞാൻ അതിട്ടാണ് ജോലിയിട്ട് ജീവിച്ചു. ഈ 4000 ഉറുപ്പ്യം തിന്ന ഹറാമ് തിന്നതുപോലെ അല്ല കണക്കാക്കന്നെ. കാരണം എന്താ അറിയോ, ഈ 1000 ഉറുപ്പ്യൻ്റെതല്ല, അതെനിക്ക് തന്നതല്ല, എന്നെ ഏൽപ്പിച്ചതാ. ഞാനത് ഏറ്റെടുത്ത് ആ കൊടുക്കുന്നതിന് പകരം എന്നിട്ട് ഞാനത് എന്ത് ചെയ്യണത്, അയാൾ തന്ന പൈസ ഞാൻ തന്നില്ല എങ്ങനെയൊക്കെ പറഞ്ഞു, എന്നെ കാണുമ്പോൾ ബഹുമാനിക്കണം ആദരിക്കണം. അതിന്റെ പൈസ ആണെങ്കിലല്ലേ, ഇന്റെ പൈസ അല്ലേ, എന്നെ ഏൽപ്പിച്ചതാ. ഈ 1000 ഉറുപ്പ്യ കൊടുക്കാത്ത ഞാൻ എത്ര ദുഷ്ടനാ. അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് ധനം. എന്നിട്ട് അള്ളാഹു എന്നോട് പറഞ്ഞു, അതിൽ 2.5 കൊടുക്ക്, അതിൽ 5 കൊടുക്ക്, അതിൽ 10 കൊടുക്ക്, അതിൽ 20 കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കുമ്പോ എന്റെ വകയല്ലത്, അത് അള്ളാന്റെ വക എന്നെ ഏൽപ്പിച്ചതാ. പക്ഷെ സദക്ക എന്റെ വകയാണ്. അതാണ് വ്യത്യാസം. അള്ളെന്നെ ഏൽപ്പിച്ച തന്നെയാണ്, പക്ഷെ സദക്ക എന്റെ മനസ്സിന്റെ നന്മയും കൂടിയാണ്. അതുകൊണ്ടാണ് സക്കാത്തും സദക്കയും, സക്കാത്തിനെ സദക്കാന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗം തന്നെ പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? സദക്ക എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ ധർമ്മമാണ്. അത് ഏത് സമയത്ത് എന്തിനും കൊടുക്കേണ്ടി വരും. അതിന് മുതലാളിയും വനിയൊന്നുമില്ല, എപ്പോഴും കൊടുക്കേണ്ടി വരും. പക്ഷെ സക്കാത്ത് നമ്മുടെ ഔദാര്യമല്ല, അത് ഓല അവകാശ. ഇതാണ് കൊണ്ടേ കൊടുത്തളാ. ഇത് മേത്തുനിന്ന് ഒഴിവാക്കുക എന്നാണ് സത്യത്തിൽ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആണ്ട് ഒഴിവാക്കുക, നമ്മുടെ ധനത്തിൽ നിന്നാണ്ട് ഒഴിവാക്കുക. നമ്മുടേതല്ലാത്ത ധനമാണ്, അത് ഒഴിവാക്കുക. കൃത്യമായി അതാണ്. അതുകൊണ്ട് അത് കൊടുക്കൽ ഈ പറഞ്ഞ നിസാബ് തോത് തികഞ്ഞാൽ അപ്പൊ നിർബന്ധം. അപ്പൊ ശമ്പളം കിട്ടുമ്പോ ഇത് കൊടുത്ത് ശീലമില്ലാത്തവർ കൃത്യമായി കേട്ടോളും. ഈ മാസം ശമ്പളം കിട്ടിയല്ലോ, ഇപ്പൊ ഒരു കണക്കായല്ലോ, ഈ ശമ്പളം കിട്ടിയതിൽ 2.5% ആണ്ട് നീക്കി വെക്കാം. ബാക്കിയുള്ളതുകൊണ്ട് മതി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കല്. ഈ 2.5% നിങ്ങൾക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കാനുള്ളതല്ല, അതിന്റെ അവകാശികളുണ്ട്. അതിനുള്ള വകുപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഇത് നീക്കി വെക്കണം. അപ്പോ മാസം മാസം ശമ്പളം കിട്ടുന്നല്ലോ. നിങ്ങൾ നോക്കൂ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാര് ശമ്പളക്കാര് ശമ്പളം കിട്ടുമ്പോൾ സക്കാത്ത് കൊടുക്കലാണ് അഫ്ളൽ എന്ന് എഴുതിയേ. ശമ്പളക്കാര് ഒരു കൊല്ലം വരെ അയാൾക്ക് കാലാവധി ഉണ്ടെങ്കിലും ശമ്പളവും കൃഷിയും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ശമ്പളം കിട്ടുമ്പം ഉടനെ തന്നെ അതിന്റെ സക്കാത്ത് മാറ്റിവെക്കലാണ് സൂക്ഷ്മതയുള്ളവർ ചെയ്യേണ്ടത് എന്നാണ്. ഇത് നമുക്ക് സൗകര്യമാണ്, നമുക്ക് സൗകര്യ. കാറൂനെ പറ്റിയിട്ടൊരു കഥ ഹദീസിലുണ്ട്. ഹദീസിലെല്ലാം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് കാറൂനെ പറ്റിയിട്ട്. മൂസാ നബിന്റെ കാലത്തെ കാറൂനോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞ എല്ലാ നബിമാർക്കും സക്കാത്ത് ഉണ്ടായിരുന്നു. കാറൂ മുതലാളിനോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അവ സക്കാത്ത് ഞാൻ കൊടുത്തോളായിരുന്നു കാറൂ മുതലാളി.
അങ്ങനെ അയാളുടെ സമ്പത്ത് ഖുർആൻ പറഞ്ഞതുപോലെ ഉസ്ബത്തും മിന്നു, അവരിൽപ്പെട്ട വലിയൊരു സംഘത്തിന് ഏറ്റാമാത്രം താക്കോലുണ്ടിരുന്നു എന്നാ, അതിന് മാത്രം വലിയ സമ്പത്തിന്റെ ആളായിരുന്നു അയാൾ. ഈ സക്കാത്ത് കൊടുത്തോളം എന്നിട്ട് സക്കാത്തിന്റെ സ്വത്തൊക്കെ കൂട്ടിയിട്ടു, അത്രേ കൂട്ടിയിട്ടു. മുഫസ്സിറുകൾ പറയാം, കൂട്ടിയിട്ടപ്പോ അയാൾ ഇങ്ങനെ നോക്കുമ്പോ കൊടുക്കൂലാർ. ഇത്ര ഇതൊക്കെ എന്റെ ബുദ്ധി, എന്റെ ചോരിന്റെ വിയർപ്പുമാണ്, കൊടുക്കൂലയാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷ വരും. അപ്പൊ ഞാൻ കൊടുത്തോളാം. എന്നിട്ട് വീണ്ടും ഇതിന്റെ നേരെ നോക്കും, കൊടുക്കൂലാർ. അങ്ങനെ അദ്ദേഹം നെരിയാണി വരെ താഴ്ന്നു. അപ്പൊ ഞാൻ കൊടുത്തോളാം. വീണ്ടും ഇത് കാണുമ്പോ ഞാൻ കൊടുക്കൂലാർ. മുട്ട് വരെ താഴ്ന്നു, അര വരെ താഴ്ന്നു, കഴുത്തറ്റം താഴ്ന്നിട്ടും അയാളോട് പറഞ്ഞു അവസാന അവസരം അതിന്റെ സക്കാത്ത് കൊടുക്കുകയാണ്, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ അവസാനം. എന്നിട്ട് വീണ്ടും ഈ കുന്നുകൂടി നിൽക്കുന്ന ധനം കണ്ടിട്ട് അത് കൊടുക്കൂലയാണ് പറഞ്ഞു. ജീവനാ പോണതേ. അങ്ങനെയാണ് അദ്ദേഹത്തെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞതെന്ന് മുഫസ്സിറുകൾ പറയുന്നു. അല്ലാഹു അലം. അപ്പോ എന്തിനത് പറഞ്ഞറിയോ? ഒരുപാട് ഉണ്ടാവുമ്പോ ഇന്ന് കൊടുക്കാന് മനുഷ്യന്മാരാ നമ്മള്, നല്ല വൈമനസ്യം ഉണ്ടാവും. ഇത് വാങ്ങണ മാതിരിയല്ല കൊടുക്കണത്. അതുകൊണ്ടാണ് ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമെന്ന് വെറുതെ പറഞ്ഞൊന്നല്ല. ഇതൊരു വല്ലാത്ത സംഗതിയാണ് ഈ കൊടുത്ത് ശീലാകരണം. വലിയ ഒരു സംഗതിയാ. അയാളുടെ മനസ്സിന് തുറവിണ്ടാവും. ഖുർആൻ വമൻ യൂഖ ശുഹ നഫ്സിഹി എന്നാ പറഞ്ഞത്. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ അവരാണ് വിജയിച്ചിട്ടുള്ളത്. മനസ്സിന്റെ പിശുക്ക്, ആ പിശുക്ക് കൊണ്ടാണ് സക്കാത്ത് കൊടുക്കാതെക്കണെന്ന. കൊടുക്കുക എന്നുള്ളതൊരു വലിയ സംഗതിയാണ്. അപ്പം മാസം ശമ്പളം കിട്ടുന്നതോടുകൂടി 2.5 5 പിന്നെ പറയാം. 2.5% നീക്കിയാണ്ട് വെച്ചാൽ പിന്നുള്ളത് നമുക്ക് ചെലവാക്കാനുള്ളതാണ്. അതിന് ഒരു വിഷയത്തിന്റെ മറുപടിയും കൂടി അതിൽ വന്നു, അതുകൂടി പറഞ്ഞാൽ ഈ ക്ലാസ് 30 അവസാനിപ്പിക്കും. ചെലവ് കഴിച്ചിട്ടല്ലേ മൗലവി നമ്മൾ സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ? ആണ്, ചെലവ് കഴിച്ചിട്ട് തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ ചെലവ് ഈ 1000 ഉറുപ്പ്യയിൽ നിന്ന് 25 ഉറുപ്പ്യ മാറ്റി വെച്ചാൽ 975 ഉറുപ്പ്യ എന്തിനുള്ളതാ? അവ ചെലവ് വെച്ചിട്ട് കൊടുത്താ പോരെ. 1000 ഉറുപ്പ്യയിൽ 25 ഉറുപ്പ്യ കഴിഞ്ഞ് 975 ഉറുപ്പ്യ അല്ല എന്താ പറഞ്ഞത്? പള്ളിക്ക കൊണ്ടു കൊടുക്കി, എത്തിങ്ങാനെ കൊണ്ടു കൊടുക്കി, കച്ചവടത്തെ കറക്കി. ഇതൊന്നുമല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം, ഇഷ്ടമുള്ള മാതിരി. അത് നമ്മുടെ ഇഷ്ടമാണ്. അതിൽ നമ്മളെ കുടുംബം വരും, നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ വരും, ഓട് വരും, മാർബിൾ വരും, ഗ്രാനൈറ്റ് വരും, AC വരും, ഓസി എല്ലാം വരും. ആ ചെലവക്ക് 25 ഉറുപ്പ്യം കൂടി എടുക്കണം എന്ന് പറഞ്ഞാൽ ആ 25 ഉറുപ്പ്യ ആരതാ? അതാരതാ? അത് സാധുവിൻ്റെതാ. അത് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മൊത്തം വരുമാനത്തിന്റെ 2.5 നീക്കിച്ച് ചെലവിന്റെ പേരിൽ പണ്ഡിതന്മാരെ തർക്കപ്പോഴും തീർന്നിട്ടില്ല. ചെലവ് വഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പണ്ഡിതൻ എഴുതിയ എന്താ അറിയോ? ചെലവ് കഴിച്ച് തന്നില് വീട്, പറമ്പ്, വേലക്കാരൻ, വാഹനം, അയാളുടെ വീട്ടിൽ അയാളുടെ കേസ് നടത്താനുള്ള വക്കീലുണ്ടെങ്കിൽ വക്കീലിന്റെ ചെലവ്, അയാളുടെ വീട്ടിൽ അയാൾക്കായിട്ടുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ അയാളുടെ ചെലവ്, എല്ലാം കൂടി കഴിഞ്ഞാൽ അയാൾക്ക് സക്കാത്ത് തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട ശമ്പളം എന്നാ അത് പിടിച്ചോളി സക്കാത്തുനിന്ന് പൈസ. ചെലവ് പലതും എഴുതിയിരുന്നു പണ്ഡിതന്മാര്. എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അതൊരു ചെലവാവൂല എന്നാ നമുക്ക് തോന്നുന്നു. പോലെ കൽപ്പിച്ചുട്ടിയ പണ്ഡിതന്മാർ അങ്ങനെയൊന്നും ചെയ്യൂല. അന്നൊരു ചെലവാവൂല്. ഒരു വാഹനം, അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ആരാ? കൈതല്ലേ. കൈതക്ക് ഇപ്പൊ എത്ര വില? അതൊരു ചെലവല്ലല്ലോ. അല്ലെങ്കിൽ കുതിരയാണ്, അല്ലെങ്കിൽ അന്നത്തെ വീട് പറഞ്ഞാൽ ഇന്നത്തെ വീടേറ്റു താരതമ്യം ചെയ്യാനേ പറ്റൂല. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ചെലവ് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ആർക്കും ഇരിക്കണ ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. എന്താ പറഞ്ഞറിയോ? ഇതിലിരിക്കണ ഓരോരുത്തർക്കും ഓരോ ചെലവും ഓരോരുത്തർ വ്യത്യസ്തമായ രൂപത്തിലാ. അവനാന്റെ ചെലവല്ല ഇന്റെ ചെലവാവില്ല, നിങ്ങളുടെ ചെലവാവില്ല, നിങ്ങളുടെ അയൽവക്കക്കാരനും വ്യത്യസ്തമായ. ഇതിന്റെ കണക്ക് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 5000 റിയാൽ ശമ്പളം കിട്ടുന്ന ഒരാള് അയാളുടെ ഇവിടത്തെയും നാട്ടിലത്തെയും വീട്ടിലത്തെയും വാടകയും മറ്റു കാര്യങ്ങളും ചെലവൊക്കെ കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഇസ്ലാം സെന്ററിന് കത്ത് കഴിഞ്ഞിരിക്കും. എനിക്കിങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട്
നിങ്ങൾ ദീക്ക് എന്തെങ്കിലും സഹായിച്ചെന്ന്. അപ്പോൾ കമ്മിറ്റി കൂടിയാണ്ട് 5000 ഉറുപ്പ്യ ജക്കാത്തുള്ള ഓന് അല്ല ശമ്പളമുള്ള ഓന് ജക്കാത്തിനോ ഓനെ വിളിച്ചിട്ട് 4 വർത്താനം പറയാൻ പറ്റൂല. ജക്കാത്ത് നമുക്ക് പിന്നാലോചിച്ചു. ആദ്യം അതൊന്ന് തീരുമാനാക്കുക. അപ്പോൾ ഓൻ വന്നുകൊണ്ട് ഓൻ കമ്മിറ്റി മുമ്പിൽ ഹാജരായി. എനിക്ക് എന്ത് ജക്കാത്ത് എന്ത് കണ്ടിട്ട് എത്തിക്കൊടുത്തിന് ഞാൻ എൻ്റെ ചിലവെന്നുണ്ട് പറഞ്ഞുതരാം. കേട്ട് കഴിഞ്ഞപ്പോൾ ബലിങ്ങനെ തലയും കുത്തി നിന്നിട്ട് സംഗതി ഇപ്പം നമ്മൾ കൊടുക്കേണ്ടി വരൂലേ? കൊടുക്കേണ്ടി വരും. കാരണം ഓ പറഞ്ഞു നോക്കുമ്പോൾ ഒക്കെ ഓനാണ്ട് കൊടുക്കാനാണ്. ഓന് ചെലവ് കഴിഞ്ഞിട്ട് ഓനൊരു 10,000 റിയാൽ കിട്ടിയാലേ ഒരു സംഗതി ഒത്തുപോകുള്ളൂ. എന്നാലും ജക്കാത്ത് കൊടുക്കാനല്ല ഉണ്ടാകുക, ചെലവ് തോർന്നു പോകുള്ളൂ എന്നാ. ഇങ്ങനെ കണക്കൂട്ടാൻ നിന്ന് നടക്കൂല. മൊത്തം വരുമാനത്തിന്റെ 2000 റിയാൽ ശമ്പളം കിട്ടിയാൽ 5000 കിട്ടിയാൽ 10,000 കിട്ടിയാൽ ഇന്ന് 2.5% നീക്കിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങിക്കോളെ. സുന്ദരമായിട്ട് ഉറങ്ങാം. ഇല്ലെങ്കിൽ ഉറക്കം വരൂല. പടച്ചോരെ പോയിട്ടുണ്ടെങ്കിൽ ഉറക്കം വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിന്റെ വിഷയം പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ഹദീസ് ക്ലാസ്സിൽ മിഞ്ഞാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞ ഉടനെ സലാം വിട്ടിയ ഉടനെ പെരീക്കാണ് വണ്ടി. സഹാബത്തായി ഇരുന്നോടത്ത് ഇങ്ങനെ ഇരിക്കുക, അന്തം വിട്ട്. എന്താ ഇപ്പം നബി ഇമ്മാതിരി പോക്ക് പോണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി അതേമാതിരി തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറച്ച് തിബിറുമിൻ ഫില്ലത്തിന്ന വെള്ളിയുടെ ചില തകിടുകൾ കിട്ടിയിരുന്നു, എൻ്റെ വീട്ടിൽ കൂടെ നിർത്തിയിരുന്നു. ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചിരുന്നു. ഞാനത് കൊടുക്കാൻ മറന്ന് നിസ്കാരത്തിൽ അത്തഹിയാത്തിന് ഇരിക്കുന്ന സമയത്ത് എനിക്കത് ഓർമ്മ വന്ന് ഞാൻ അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് ഓർമ്മ വരുന്ന വരിയല്ല റസൂലുള്ളാഹിക്ക് കൊടുക്കാനുള്ളതാ ഓർമ്മ. നമുക്ക് കിട്ടാനുള്ളതൊക്കെ ഓർമ്മ വരണമെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കണം. അപ്പൊ എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ അത് ഏർപ്പാടാക്കിയിട്ടാണ് റസൂലുള്ളാഹി തിരിച്ചു വന്നാണ്ട് സഹാബത്തിനോട് ഇത് പറയണത്. ഈ ബേജാറ് ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണം, അപ്പൊ തന്നെ നീക്കണം. എത്ര എളുപ്പമുള്ള ഇപ്പൊ കണക്ക് തിരിഞ്ഞില്ല. എനിക്ക് ഇനി ഇതിലെന്താ ഇപ്പൊ സംശയമൊന്നുമില്ല, അത് കൊടുക്കാന്നാണ് തീരുമാനിച്ച സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഇതിന്റെ ചുരുക്കരൂപം. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ചോദ്യം ഉത്തരവും സമ്മാനമൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് കൃഷിന്റെ അടുത്ത ആഴ്ച പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ചോദിക്കണ്ട, ചോദിച്ചാൽ പിന്നെ ഉപചോദ്യങ്ങൾ വേറെ വരും. അപ്പൊ പിന്നെ ഒന്നിച്ചു പോകേണ്ടി വരും. ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട് പറയും. എന്താ പറഞ്ഞു? അതാണ്. അതായത് ഒരാള് ഇത് കേൾക്കേണ്ട സംശയമാണ്. അദ്ദേഹം ചോദിക്കണം എന്താ വെച്ചാൽ ഓമലൊക്കെ ചോദിച്ചത്, സമതൊക്കെ ചോദിച്ചത്, പിന്നെ ഒരാള് അയാളുടെ പൈസ 2000 റിയാലോ 5000 16 റിയാലോ അതിന്റെ 2.5% കൊടുത്തു. പിന്നെയും ആ 10000 റിയാല് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു വർഷത്തോളം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോന്നാ? ഇല്ല, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അല്ലാഹ് ചെയ്തൊരു സൗകര്യ. ഒരു കൊല്ലം എന്റെ കയ്യിൽ ഇപ്പൊ 1,00,000 ഉറുപ്പ്യ കിട്ടിയാൽ അതിന്റെ 2.5% കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അഫ്ളല്. ആ കൊല്ലം എനിക്ക് തന്നതിനറിയോ? നിസ്കാരത്തിന്റെ സമയം മാതിരിയാ. ളുഹർ മുതൽ അസർ വരെ ളുഹറിന്റെ സമയമാണ്. പക്ഷെ ളുഹറിന്റെ ഏറ്റവും ഉത്തമമായ സമയം ഏതാ? ബാങ്ക് കൊടുത്ത് ഉടനെയുള്ള അവ്വൽ വക്ത്. മഗ്രിബ് മുതൽ ഇശ വരെ ഇശാന്റെ സമയമാണ്. പക്ഷെ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കലാണ് അഫ്ളല്. പൈസ എന്റെ കയ്യിൽ കിട്ടിയതിന്റെ 2.5% അപ്പ കൊടുക്കലാണ് അഫ്ളല്. പക്ഷെ എനിക്ക് അല്ലാഹ് സമയം തന്നതിന് ഏതുവരെ? ആ വർഷം മുഴുവൻ പൂർത്തിയാകുന്നത് വരെ. എന്താ കാരണം എന്നറിയോ? അപ്പ കൊടുത്തുള്ള ഗുണം എന്താ അറിയോ? അതിന് സക്കാത്ത് കൊടുത്തു പോകും. ഇല്ലെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ ആ പൈസ നമ്മളെ കയ്യിൽ നിന്നോളണം എന്നില്ല. പല കാരണങ്ങളാലും അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്, ചെലവാകാനും സാധ്യതയുണ്ട്. അപ്പൊ ആ കൂലി നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. മനസ്സിലായില്ലേ എനിക്ക്? അപ്പം കൊടുത്ത സക്കാത്തിന് ആ വർഷം പിന്നെ സക്കാത്ത് കൊടുക്കണ്ട. ഇപ്പൊ സമതൊക്കെ പറഞ്ഞ വരി ആ വർഷം കഴിഞ്ഞു, പിറ്റത്തെ വർഷം തുടങ്ങിയപ്പോ ഈ 10000 അയാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾ അതിന്റെ 2.5% കൊടുക്കണം. നമ്മളെ പണ്ടത്തിന്റെ ഒക്കെ അങ്ങനെയാ വരുന്നത്, സ്വർണത്തിന്റെ ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അത് വരുന്നുണ്ട്. നമ്മൾ ശമ്പളത്തിന്റെ മാത്രമാണ്. ബിസിനസിൻ്റെത്, അയാൾക്ക് വേറെ വരുമാനം, കൃഷിൻ്റെത് ഒക്കെ വരുമാനമുള്ള ആളുകൾ ഉണ്ടാവും. അതിന്റെ ഒക്കെ കണക്ക് കൂട്ടിയിട്ട് അയാൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കണം. ശമ്പളത്തിന്റെ മാത്രം പറഞ്ഞത്. കാരണം ഇവിടെ ഉള്ള ആളുകള് ശമ്പളമായിട്ട് ബന്ധപ്പെട്ടതാ, അവർക്ക് വേറെ ബിസിനസ് ഉണ്ടാവും. അവര് ബിസിനസിന്റെ കണക്കെടുത്തിട്ട് അതിന്റെ 2.5% കൂടി കൂട്ടിയിട്ട്
കൊടുക്കണം. അതും മാസം മാസം കൊടുക്കാം. അതൊക്കെ മാസം മാസം നമ്മൾ ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഒക്കെ കൂട്ടി ഒരു വർഷം അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ കണക്കെടുത്ത് സ്റ്റോക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അന്നുള്ള ഇതിന്റെ ബെനിഫിറ്റിന്റെ 2.5% കൊടുത്താൽ പിന്നീട് ആ വർഷം അയാള് ആ 6 മാസത്തിന് കൊടുക്കണ്ടെന്നായി പറഞ്ഞു. ആ ഇവിടെ ഒരു മിനിറ്റ് ഇത് എനിക്ക് ചോദിക്കണം എന്താണ് അല്ല. നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാനുള്ള തോത് എത്തുക എന്നാണ്. അത് ആ വർഷത്തിൽ തന്നെ എത്തണം എന്നില്ല. തോത് എത്തിക്കഴിഞ്ഞാൽ അയാൾ അപ്പ കൊടുക്കലാണ് അഫ്ളല്. പക്ഷെ കൊടുക്കാനുള്ള സാവകാശം ആ ഒരു വർഷം അല്ലാഹു തആല അയാൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്റെ സൈലെന്താ ചോദിച്ചേ? ആ ആ ആ സക്കാത്ത് സ്ഥലത്തിന് സക്കാത്തില്ല. മാത്രല്ല ഈ വാങ്ങണ പൈസന്റെ സക്കാത്ത് കൊടുത്തില്ലേ പിന്നെന്ത് സക്കാത്ത? അതില് പിന്നെ വിളവുണ്ടായി കൃഷി ഉണ്ടായി അല്ലെങ്കിൽ വാടക കെട്ടിടമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഈ വാങ്ങുന്ന സംഗതിക്ക് സക്കാത്ത് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിയത് തന്നെ പിന്നെ സക്കാത്തില്ല. ആ വിൽപ്പനക്കാണെങ്കിൽ ആ വിൽപ്പന വസ്തു എന്നുള്ളവർക്ക് കച്ചവടത്തിന്റെ കണക്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇല്ല, ഈ വർഷം അതായത് ഇയാൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാല് ആ വർഷം പിന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കണ്ടെന്നാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ വർഷം ആ പിന്നെ അടുത്ത വർഷം വന്നു നിങ്ങൾക്ക് വേറെ വരുമാനം ഉണ്ടായതുകൊണ്ട് ആ പൈസയുടെ ബാക്കിയായത് അല്ലേ, വെറുതെ ബാക്കിയാവില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ 2.5% കൊടുക്കണം. അതിനായി കൊല്ലം നിശ്ചയിച്ചേ. ആ ആ കൊടുക്കേണ്ട ആളുകളെ നമ്മൾ പറയുന്നുണ്ട്, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അവിടുക്കാൻ പോവാത്തത്. അതിന്റെ വിതരണ രീതിയൊക്കെ ഒരു ദിവസം കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. കട ഉണ്ടെങ്കിൽ കടം വീട്ടിൽ നിർബന്ധം, മുഴുവൻ കടത്തിക്ക് വേണം. അതൊക്കെ വിതരണ രീതിയിൽ വരും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു ചോദ്യം കിട്ടിയിട്ടുള്ളത് അലിക്ക് പറയും. ഞാൻ ജോലി ചെയ്യണ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ നിന്ന് വരുന്ന കാശിന് ഞാൻ കാത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വണ്ടിക്ക് പിന്നെ വേറെ കാത്ത് കൊടുക്കണം. വണ്ടിക്ക് തക്കാത്തില്ല. പാത്രങ്ങള് വണ്ടി കച്ചവട വസ്തു പോകുമ്പോഴേ തക്കാത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അതായത് ഓടി കിട്ടുന്ന വരുമാനം, അതിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണ്ടുള്ളൂ. വണ്ടിന്റെ വിലയിൽ കൂട്ടേണ്ടയില്ല. എന്താ വണ്ടിന്റെയും കൂടി കൂട്ടി കൊടുത്തണം. വാടക അത് വാടകൻ്റെത് പറഞ്ഞ കൂട്ടത്തിലിരിക്കും, വണ്ടിക്കല്ല, അതിന്റെ വരുമാനത്തിനാ. ഓക്കെ. ഇവിടെ ഒരു ചോദ്യം, ഇതെന്താണ്? കള്ള് ഹറാമാക്കിയതുപോലെ സിഗരറ്റ് ഹറാമാണോ? ഇതിൽ പെട്ടതല്ല. ഇതിനു വേണ്ടി പൈസ ചെലവഴിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്നാൽ ചോദ്യകർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. കള്ള് ഹറാമാക്കിയതുപോലെ സിഗരറ്റ് ഹറാമാണോ? ഇതിനു വേണ്ടി പൈസ ചെലവഴിക്കുന്നതിൽ തെറ്റുണ്ടോ? കള്ള് ഹറാമാക്കിയതുപോലെ സിഗരറ്റ് ഹറാമാക്കിയ ഖുർആനിലില്ല. കള്ള് ഹറാമാക്കിയതുപോലെ കഞ്ചാവ് ഹറാമാക്കിയതിനും ഖുർആനിലില്ല. അതുകൊണ്ട് കഞ്ചാവ് വലിക്കാനും പാടില്ല, അതിന് പൈസ ചെലവാക്കാനും പാടില്ല. സിഗരറ്റ് ഒരു നന്മയും വരുത്താത്ത, എല്ലാ തിന്മയും വരുത്തുന്ന, ഇന്നലെ മിഞ്ഞാന്ന് ഹദീസ് ക്ലാസ്സിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തൊരു സംഗതിയാണ്. എല്ലാ തിന്മയും വരുത്തുന്ന ഒരു സംഗതിയായിട്ട് ശാസ്ത്രവും ആരോഗ്യശാസ്ത്രമൊക്കെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ക്യാൻസറിന്റെ 90% കാരണം സിഗരറ്റ് വലിയാണ്. അതിന് പൈസ ചെലവാക്കുന്നതും അത് വലിക്കുന്നതും അതിന് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ കുറ്റകരമാണ്. ഇവിടുത്തെ സലഫികളെ, ഇവിടുത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പോലെ ഇമാം നിർത്താനും പറ്റൂല, ഓലെ കള്ളുകുടിന്റെ മാതിരിയാണോ എണ്ണത്. ഷുർബുൽ ദുഖാൻ ഷുർബുൽ ഖംർ എന്ന് അറിയല്, കള്ളുകുടിയും പുക കുടിയും എന്ന് അറിയല്, രണ്ടിനും ഷുർബ് എന്നാ പറയല്. അത്ര കുറ്റകരമായിട്ടാണ് അവര് കാണുന്നത്. അവര് കണ്ടാലും ഇല്ലെങ്കിലും എന്തായാലും കുറ്റകരമാണ്. അന്യായമായ രൂപത്തിൽ ധനം ചെലവഴിച്ചതിന്റെ കുറ്റം കിട്ടും. അതിനൊക്കെ പുറമെ അത് വലിച്ചാണ്ട് വേറുള്ള മൂക്ക് കയറ്റി കൊടുത്താല് പാസീവ് സ്മോക്കിന്റെ കുറ്റം ഇതിന്റെ ഇരട്ടിയായിട്ട് കിട്ടും. കാരണം അതിലും വലിയ അപകടം വലിച്ചാന്നുള്ളത്, അത് വലിയ ഗുരുതരമായ കുറ്റാണ്. അപ്പൊ അത് അവിടെ അവസാനിപ്പിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്താഴ്ച. ഇനി ചോദ്യം സമയം ആയി. നമ്മൾ ഈ സമയനിഷ്ഠ പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ് അവസാനിപ്പിക്കാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നല്ല, ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും കേട്ട കാര്യങ്ങൾ കഴിയുന്നത്ര എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ ഒരു ഫലവും
ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മൾ കുറ്റക്കാരാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഏത് സംഗതികൾ ആലോചിക്കുമ്പോഴും പരലോകത്ത് ഈ സംഗതികൾ എങ്ങനെ വരും എന്ന് ആലോചിച്ചാണ് ജീവിക്കണ്ടേ. അപ്പോൾ നമുക്ക് സക്കാത്തിന്റെ കാര്യം പറയുമ്പം നമുക്ക് കൊടുക്കുമ്പോൾ നല്ല ഇറങ്ങാറുണ്ടാവും. അതെന്നെയാണ് റസൂലുള്ള പറഞ്ഞത്. കൊടുത്താൽ കുടുങ്ങിപ്പോകുമെന്ന് വിചാരിക്കുകയും കൊടുക്കാൻ തീരെ ഇഷ്ടമില്ലാതിരിക്കുകയും മനസ്സുകൊണ്ട് തൃപ്തി ഇല്ലാതിരിക്കുക, എന്നിട്ടും അള്ളാഹുവിന് വേണ്ടി പടച്ചവന് വേണ്ടി മനസ്സിൽ നിന്ന് പറിച്ചു കൊടുക്കണ ധനമാണ് ഏറ്റവും ഉത്തമമായതെന്ന. അതാണ് ഇതിൻ്റെ. നമുക്കിഷ്ടമല്ല, നമുക്കിഷ്ടമുണ്ട് അപ്പോൾ വെറുതെ വാരി കൊടുക്കാൻ വേണ്ടിയൊക്കെ, പക്ഷെ അള്ളാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിൽ നിന്ന് പറിച്ചെടുത്ത് സന്തോഷപൂർവ്വം ആ കൊടുക്കണീനൊരു സന്തോഷം ഉണ്ടാവും. പറിച്ചാണ് കൊടുക്കുകയാണ്. അതാണ് പരലോക വിശ്വാസമുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മൾ ശരീരത്തിൽ നിന്ന് അതാണ്ട് ഒഴിവാക്കുകയാണ്. എന്നിട്ട് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാനുള്ള പണി ഇവിടുന്ന് തന്നെ എടുക്കുകയാണ്. അല്ലെങ്കിൽ ദുനിയാവിലും ശിക്ഷ ഉണ്ടാവും, പരലോകത്തും ശിക്ഷ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുക. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമ്മൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസുഖവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ ഹയ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم على رسوله الأمين وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. സക്കാത്തിൽ ആദ്യമായി ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട സക്കാത്ത് ഫിത്ർ സക്കാത്താണ്.